ഇന്നൊരാൾ ചോദിക്കുകയുണ്ടായി, ഉസ്താദെ, മുഹീദ്ദീൻ മാലിയിലെ ചില വരികൾ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് തരുന്നത് പോലെ അവർക്കൊക്കെ തോന്നി. ആ രണ്ട് വരികൾ ഇപ്രകാരമാണ്: എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, എന്നെ പീഡിച്ചോവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എൻ്റെ മുരീദുകൾ നല്ലവരൊന്നും അല്ലെങ്കിലും ഞാൻ നല്ലതാണല്ലോ, അത് മതി എന്നതാണ് ബാഹ്യാർത്ഥം. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാനുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. മറ്റൊരു ബൈത്തിലുണ്ടല്ലോ, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എൻ്റെ മുരീദുകൾ ആരും നരകത്തിലില്ല. അപ്പം ജീലാനി തങ്ങളെ മുരീദായാൽ എല്ലാ അർത്ഥത്തിലും അങ്ങ് എന്തായി, മുഴുവനായ രക്ഷ. അപ്പം എങ്ങനെയും ചെയ്ത് എങ്ങനെ നടന്നാൽ മതി. ഖാദിരിയ്യത്തിൻ്റെ വളീഫകളൊക്കെ കൃത്യമായി വേണമെങ്കിൽ ആ ഒരു ദിക്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി എന്നതല്ല അതിൻ്റെ താല്പര്യം. മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ ഫുതൂഹുൽ ഗൈബിൽ 225 പേജിൽ കൊണ്ടുവരുന്നുണ്ട്: മുരീദി ലക്കൽ ബുശ്റാ തകൂനു അലൽ വഫാ ഇദാ കുൻത ഫീ ളൈഖിൻ فتنجو بهمتي مريدي تمسك بي وكن بي واثقا أحميك في الدنيا ويوم القيامة أنا لي مريدي حافي ضم يخافه وأحرسه من كل شد وأحرسه من كل شد بليتي فكن يا مريدي حافي ظلي عهودنا أكن حاضر الميزان യൗമൽ ഖിയാമത്തി. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മലയാളത്തിൻ്റെ തത്തുല്യമായ മഹാനുഭാവൻ തന്നെ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞ വരികൾ. മുരീദി, എൻ്റെ മുരീദേ, ലക്കൽ ബുശ്റാ, നിനക്ക് സന്തോഷ വാർത്തയുണ്ട്. തകൂനു അലൽ വഫാ ഇദാ കുൻത ഫീ ളീഖിൻ ഫതൻജു ബിഹിമ്മത്തി, എൻ്റെ പ്രശസ്തി കൊണ്ട്, എൻ്റെ ഹിമ്മത്ത് കൊണ്ട് നിന്നെ ഞാൻ രക്ഷിക്കും നീ പ്രയാസത്തിലായാൽ. മുരീദി തമസ്സക ബി, നീ എന്നെ മുറുകെ പിടിച്ചോ. വകുൻ ബി വാസിഖൻ അഹ്മിക ഫി ദുനിയ വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലൊക്കെ ഞാൻ എന്താകും, നിന്നെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യും. അവസാനം പറയുന്നില്ലേ, ഫകുൻ യാ മുരീദി, ഓ എൻ്റെ മുരീദേ, ഹാഫിളൻ ലി ഉഹുദിന, മോനെ നീ നിന്റെ എന്നോടുള്ള കരാറുകളെ നീ സൂക്ഷിച്ചതായ നിലക്ക് വേണം മുന്നോട്ട് പോകാൻ. എത്ര കൃത്യമാണ്. അകുൻ, അങ്ങനെയാകുമ്പോൾ ഞാൻ ഹാദിറൽ മീസാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതേ മീസാനിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും. ഞാൻ നിനക്ക് ശുപാർശ ചെയ്യും. മഹാന്മാർക്ക് ശുപാർശയുണ്ടല്ലോ, മുത്തുനബിക്ക് ശഫാഅത്തുൽ ഉദുമയുണ്ട്, മറ്റും ചില ശഫാഅത്തുകൾ മുത്തുനബിക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഔലിയാവുകൾക്ക് ശഫാഅത്തുണ്ട്, സാലിഹീങ്ങൾക്ക് ശഫാഅത്തുണ്ട്. അങ്ങനെ പലർക്കും ശഫാഅത്ത് എന്ന വലിയ അധികാരത്തെ അള്ളാഹു അവിടെ നിന്ന് നൽകുന്നുണ്ട്. രണ്ട് പ്രത്യേകമായ വിഷയത്തെ മഹാനാകുന്ന ജീലാനി തങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഹവായിജുകും മഖ്ളിയതുൻ ഗൈറ അന്നനി ഉരീദുകും തംശു ത്വരീഖൽ ഹമീദതി, നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ വീട്ടി തരും മോനെ, പക്ഷേ ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നീ നല്ല സ്തുത്യർഹമായ വഴിയിലൂടെ നീ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ടീഷൻ അവിടെയുമുണ്ട്. നിനക്ക് തോന്നും പോലെ നടക്കാനുള്ള ഒരു ലൈസൻസ് മഹാനാകുന്ന ജീലാനി തങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. നീ എൻ്റെ ഹാഫിളൻ ലി ഉഹൂദിന, നമ്മോട് ചില കരാറുകളുണ്ട്, ആ കരാറുകളെ നീ പൂർണ്ണമായും സൂക്ഷിക്കുന്നവനാകണം. നീ തംശു ത്വരീഖൽ ഹമീദതി, സ്തുത്യർഹമായ വഴിയിൽ നീ നടക്കുന്നവനാകണം. നീ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിന്നെ നടത്താനും ഷെയ്ഖാകുന്ന എനിക്കറിയാമെന്നുകൂടെ രണ്ടാമത്തേതായിക്കൊണ്ട് മഹാനുഭാവൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നേരാ ചൊവ്വ നടക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. മഹാനുഭാവൻ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ടല്ലോ, 71ാമത്തെ മക്കാലയായിട്ടാണ് എന്നാണ് ഓർമ്മ, പ്രത്യേകമായി ശറഅ് മുഴുവനും കൽപ്പിക്കുന്ന കാര്യങ്ങൾ നീ പൂർണ്ണമായും ലാസിമാക്കി നിന്റെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാക്കി നീ കൊണ്ട് നടക്കണം. ഒപ്പം നീ നല്ല രൂപത്തിൽ അങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാളിച്ച നിന്നിൽ നിന്ന് വരുമ്പോൾ അത് ഞാൻ തീർത്തു തരും, ഞാൻ പരിഹരിച്ചു തരും, ഞാൻ എല്ലാ അർത്ഥത്തിലും നിന്നെ തർബിയത്ത് ചെയ്യും. അല്ലെങ്കിൽ ഇതല്ല അർത്ഥമെങ്കിൽ അങ്ങനെ ജീലാനി തങ്ങൾ പറയുമോ? ശരീഅത്ത് മാത്രം തന്റെ ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ടു നടന്ന് ശരീഅത്തിനു വേണ്ടി മാത്രം കാവലാളായി ദീൻ ആ ഒരു അവിടുത്തെ ആയുസ് മുഴുവനും വഅദിലും തദ്രീസിലും ഫത്വയിലുമായി പൂർണ്ണമായി ഇബാദത്തിലുമായി കഴിച്ചുകൂട്ടിയ മഹാനുഭാവൻ എല്ലാവരോടും തോന്നിയതുപോലെ ജീവിക്കാൻ പറയുമെന്ന് കേവല ബുദ്ധിയുള്ളവരാൾക്ക് തോന്നുമോ? മറ്റൊന്ന്, മഹാനാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറയുന്നില്ലേ, ഏത് തെറ്റ് ചെയ്തവനും എൻ്റെ ശഫാഅത്തുണ്ട്.
ആ ഷഫാഅത്ത് മുത്തുനബിക്കുണ്ട് എന്ന് നമ്മോട് തെറ്റ് ചെയ്തോളി, നമുക്ക് കുഴപ്പമില്ല, ഉമ്മത്ത് മുഹമ്മദിനൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ ഷഫാഅത്തുണ്ട്, ആ ലൈസൻസ് കൊടുക്കലല്ല. അപ്പൊ മുത്തുനബിയുടെ വിഷയത്തിൽ അങ്ങനെയൊന്നും തോന്നാത്തവർക്ക് ജീലാനി തങ്ങളുടെ വിഷയത്തിലും തോന്നേണ്ടതില്ല. കാരണം ജീലാനി തങ്ങളുടെ മുഴുവൻ മഹത്വവും എന്ന് പറയുന്നത് അത് ബിത്തിബാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബിയുടെ മഹത്വമാണ്. അങ്ങനെയാണല്ലോ ഗ്രന്ഥങ്ങളിലൊക്കെ അയിമത്ത് നമ്മെ പഠിപ്പിച്ചത്. ഏതൊരു വലിയന്റെ കറാമത്തും അത് മിൻ ജുംലതി മുഅ്ജിസാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഗ്രന്ഥങ്ങളിലൂടെ വായിച്ചവരാണ്, അറിവുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരം വരികളിലൊന്നും ഒരു വിധത്തിലും തെറ്റിലേക്ക് നയിക്കുന്ന, തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുതകളും ഇല്ല എന്ന് തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.